നിർമ്മാതാവ് സാന്ദ്ര തോമസിന് വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണി മുഴക്കിയത്. ഫെഫ്ക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം. സംഭവത്തിൽ സാന്ദ്ര തോമസ് പലവട്ടം പോലീസിന് പരാതി നൽകി. സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. അവര് പറഞ്ഞു ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞു, സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞാ നീ ഒരു പെണ്ണല്ലടി. നീ എനിക്കൊരു കേസെടുക്ക്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. ഭീഷണി സന്ദേശമല്ല, എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. ഒരു ദിവസം രാത്രി ഒരു 10:15 ആയപ്പം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ, ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, രാത്രിയായി, കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ. കാര്യം എനിക്ക് 2 കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ SIT വിളിച്ചാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുള്ളൂ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് FIR ഇട്ടു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നു. കാളിദാസ്, തല്ലിക്കൊന്ന് കാട്ടിലെറിയുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, നിലവിൽ DGPക്കും വിജിലൻസിനും ഈ സംഭവത്തിനെ തുടർന്ന് പരാതി നൽകുമെന്നുള്ളതാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസും പിതാവും അറിയിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 20-നാണ് ഇത്തരത്തിൽ ഒരു വധഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു കോൾ അർദ്ധരാത്രിയിൽ സാന്ദ്ര തോമസിലേക്ക് എത്തുന്നത്. ആ ഒരു കോൾ വന്നതിന് ശേഷം ആ കോളിലടക്കം സാന്ദ്രയെയും അതോടൊപ്പം സാന്ദ്രയുടെ പിതാവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു ആ ഒരു കോൾ എന്ന് പറഞ്ഞത്. അതിനെ തുടർന്ന് പിന്നീട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സാന്ദ്ര പരാതി നൽകുന്നു. അതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ പിന്നെ പരാതി കൊടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള നീക്കുപോക്കുകളോ നടപടിക്രമങ്ങളോ ഒന്നും പോലീസ് അധികൃതർ കൃത്യമായി സ്വീകരിച്ചില്ല എന്നുള്ളതും കൂടിയാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം അതിനുശേഷം പോലീസുകാരെ സമീപിച്ചെങ്കിലും തങ്ങൾക്ക് സമയമില്ലായിരുന്നു, തങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുകയായിരുന്നു പോലീസ് എന്നുള്ളതും കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നടപടിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രതികരണത്തിനെ തുടർന്ന് സാന്ദ്ര തോമസ് അടക്കം നമ്മളോടും പ്രതികരിച്ചു. കാരണം ഇത്തരത്തിലാണ് നമ്മുടെ നിയമ സംവിധാനമെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഇവിടെ ഒരു സ്ത്രീക്ക് നീതി കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പരാമർശങ്ങളും അടക്കം നടത്തിയിരുന്നു. കാരണം സമത്വം എന്നുള്ളത് പേരിൽ മാത്രമാണ് സിനിമാ മേഖലയിൽ എന്നുള്ളതാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. ഇത്രത്തോളം സ്ത്രീക്ക് സമത്വം നൽകണമെന്ന് പറയുമ്പോൾ പോലും സിനിമാ മേഖലയിൽ ഇപ്പോഴും അതിനെ തുടർന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഫെഫ്കയുടെ ഉന്നത ഭാരവാഹികളെ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ സംഭവത്തിൽ കമ്മീഷണർക്കടക്കം കൃത്യമായി തന്നെ പരാതി കൊടുത്തതാണ്. തനിക്ക് വധഭീഷണി വന്നിട്ടുണ്ട്, ആ ഒരു കോൾ റെക്കോർഡ് അടക്കം നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ ഉന്നതതല പോലീസ് വിഭാഗത്തിൽ പോലും സ്വാധീനമുള്ള നിരവധി പേർ മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശം കൂടിയാണ് സാന്ദ്ര തോമസ് നടത്തിയിരിക്കുന്നത്. ഫെഫ്കയുടെ ഉയർന്ന ഭാരവാഹികൾക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. പിന്നീടാണ് ഈ ഫെഫ്കയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഒരു വോയിസ് ക്ലിപ്പ് വരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ റെന്നി ജോസഫിൻ്റെതായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് താൻ സാന്ദ്ര തോമസുമായി സംസാരിച്ചിരുന്നു, സാന്ദ്ര തോമസ് അധികം കിടന്ന് നെഗളിക്കണ്ട എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചാണ്. അതിനുശേഷമുള്ളത് അത്രത്തോളം അറപ്പുളവാക്കുന്ന തരത്തിലാണ് സാന്ദ്ര തോമസിന്റെ പിതാവിനെതിരെ പരാമർശങ്ങൾ റെന്നി ജോസഫ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചും ചില നടപടികൾ നിയമപരമായി മുന്നോട്ട് നീക്കാൻ തന്നെയാണ് സാന്ദ്ര തോമസിന്റെയും തീരുമാനമെന്ന് പറയുന്നത്. മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു വധഭീഷണി സന്ദേശം വീണ്ടും വരുന്നത്. അതിനർത്ഥം
നടപടികളൊന്നും പോലീസ് അധികൃതർ കൃത്യമായി സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കമ്മീഷണർക്കടക്കം നേരത്തെ പരാതി കൊടുത്തൊരു സാഹചര്യത്തിൽ ഇതുവരെ നടപടികളൊന്നും ഇല്ലാതിരിക്കുന്നതിനാൽ ഇനി മുന്നോട്ട് നിയമപരമായി തന്നെ ആയിരിക്കും പോവുക എന്നുള്ളതും കൂടി സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നുണ്ട്. ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമാണ് തങ്ങൾക്ക്. ഒപ്പം തന്നെ DGPക്കും വിജിലൻസിനുമെല്ലാം പരാതി നൽകി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു ഫെഫ്ക നിയമപരമായി ഹൈക്കോടതിയെ സമീപിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നഷ്ടപരിഹാരം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണെന്നുള്ളതാണ് നമുക്ക് വ്യക്തമായത്. എന്നാൽ അതിനെ സംബന്ധിച്ച് യാതൊരു നോട്ടീസോ നിയമപരമായ എന്തെങ്കിലും നടപടിക്ക് ഹാജരാകാനോ ഒന്നും തനിക്ക് നിർദ്ദേശം കിട്ടിയില്ല എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ ഇനി എന്തെങ്കിലും നോട്ടീസോ നിർദ്ദേശമോ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് താങ്കൾ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ താൻ അന്ന് പറഞ്ഞ പരാമർശത്തിൽ ഒരു മാറ്റവുമില്ല. ഓൺലൈൻ അഭിമുഖത്തിന് നൽകിയ പരാമർശത്തിൽ ഒരു മാറ്റമില്ല. താൻ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ അഭിമുഖത്തിൽ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് ഫെഫ്ക ഇത്തരത്തിൽ സാന്ദ്ര തോമസിനെതിരെ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും അതിനെ സംബന്ധിച്ചും കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ഈ ഒരു വധഭീഷണി സന്ദേശം ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ DGPക്കും വിജിലൻസിനും പരാതി നൽകും എന്ന് തന്നെയാണ് സാന്ദ്ര തോമസും ഒപ്പം തന്നെ പിതാവും പറഞ്ഞിരിക്കുന്നത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന് വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണി മുഴക്കിയത്. ഫെഫ്ക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം വന്നത്. സംഭവത്തിൽ സാന്ദ്ര തോമസ് പലവട്ടം പോലീസിന് പരാതി നൽകി. നേരത്തെ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിമർശിച്ചതിനെതിരെ ഫെഫ്ക കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് കൊല്ലുമെന്ന ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. കാളിദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.